പച്ചക്കിളിപ്പവിഴ പാൽവർണ്ണമൊത്ത പല കൊച്ചുങ്ങളഞ്ചെണ്ണം നിൽപ്പാണു ശംഭോ. അതിലൊന്നിലടിയന്റെ വധുവുണ്ടതേത് ഈ നരകത്തിൽ നിന്നൊന്നു കരകേറ്റ് ശംഭോ ശംഭോ ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. തുംഗജടാധര ചന്ദ്രകലാധര ശങ്കര ഭഗവാനേ, സങ്കടമീ വിധമെന്തിനു തന്നതു സാംബ സദാശിവനേ. ശിവശംഭോ 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 ശംഭോ ശിവശംഭോ 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 ശംഭോ. കൺഫ്യൂഷൻ തീർക്കണമേ, എൻ്റെ കൺഫ്യൂഷൻ തീർക്കണമേ, കൺഫ്യൂഷൻ തീർക്കണമേ. എന്റെ പൊന്നു സാറേ, നമ്മളിവിടെ വന്നപ്പോ സ്റ്റേജിലൊന്ന് കേറാൻ എന്താ വായ തുറന്ന ഒരു കാര്യം പറയാനൊക്കെ നാണമുള്ള ഒരാളാണ്. ഞാൻ നോക്കുമ്പോ ശ്വേതാജി നോക്കി ഭയങ്കര ഡാൻസ് സൂപ്പർ. ഇവരൊക്കെ നമ്മുടെ സൂപ്പർ അമ്മമാരുടെ ഭർത്താക്കന്മാരായ സൂപ്പർ ഭർത്താക്കന്മാരും സൂപ്പർ അച്ഛന്മാരും ഒക്കെയാണ്. അല്ല സാസു, എന്ത് ചോദിക്കുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇത് ഒരു ടേക്ക് ആർട്ടിസ്റ്റ് ആണ് ഇവരെല്ലാരും. മനസ്സിലായോ? ശ്വേതാജി സാരി ഉടുത്തിങ്ങ് ഇറങ്ങിക്കഴിഞ്ഞ ചെന്നൈന്നും ബാംഗ്ലൂരിന്നും മുംബൈന്നും ജോലി ട്രെയിൻ ഓടിക്കണ്ട, ഇന്ന് ട്രെയിൻ സർവീസ് ഇല്ല, നിർത്തി വെച്ചിരിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ഓരോ ആൾക്കാരിങ്ങ് വന്നിരിക്കണം അല്ലേ? സന്തോഷമായിട്ട് ഫുഡ് പോലും കഴിച്ചിട്ടില്ല, രാവിലെ ഇവിടെ ഇരിക്കുക. അല്ല, എന്നെ എല്ലാവരും കൂടെ ചതിച്ച. കാരണം പ്രാക്ടീസിന് ഈ ഡാൻസ് അല്ലായിരുന്നു, ഈ പാട്ടും അല്ലായിരുന്നു, വേറെ പാട്ടായിരുന്നു. അത് കാരണം എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അയ്യോ, അത് ആക്ച്വലി എന്താണെന്നറിയോ, സാബുചേട്ടൻ്റെ വൈഫ് വീട്ടിൽ കൊണ്ടുപോയി ഇന്നലെ ഫുള്ള് പ്രാക്ടീസ് ആയിരുന്നു വീട്ടിൽ. ഞങ്ങൾക്ക് പറഞ്ഞുതരാം, ഞങ്ങളുടെ പറഞ്ഞ് ഇത് കഴിഞ്ഞു പൊയ്ക്കോന്ന് പറഞ്ഞു. എന്നിട്ട് സ്റ്റെപ്പ് കംപ്ലീറ്റ് പഠിപ്പിച്ചു കൊടുത്തു. ഇന്ന് ഇവിടെ വന്നപ്പോൾ ടീച്ചർ അങ്ങ് മാറ്റി. അവർക്ക് മനസ്സിലായി ഈ ടീച്ചർ ശരിയല്ല. ഞാൻ സാബുചേട്ടനോട് പറഞ്ഞു, ഒരു മൈക്ക് പോക്കറ്റ് കിട്ടോ, പണി പാളി അപ്പോഴേ എടുത്ത് പാടിക്കൊള്ളണമെന്ന് പറഞ്ഞു. ദിവ്യശ്രീയുടെ ഹസ്ബൻഡ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ഭയങ്കര എന്താ പറയുക റിസർവ്ഡ് ആയിട്ട് ആളാണ്, അങ്ങനെ സംസാരിക്കില്ല, പെട്ടെന്ന് ദേഷ്യമാണെന്നൊക്കെ. പക്ഷെ ആദ്യത്തെ ആ വരവിൽ തന്നെ എല്ലാം പൊളിഞ്ഞു. ഇനി ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. നന്നായിട്ട് എന്തായാലും എന്റെ എന്താ പറയാ ചക്കര കുട്ടികളാണ് ഇവരെല്ലാവരും, ചക്രകള്. ഒരു ടേക്ക് ചെയ്തോണ്ട് എനിക്ക് ഭയങ്കര അഭിമാനമുണ്ട് നിങ്ങളുടെ മുകളിൽ, ഭയങ്കര അഭിമാനം. ഗോഡ് ബ്ലെസ് യു. എന്തായാലും നമ്മുടെ ഓണം സെലിബ്രേഷൻ കളർഫുൾ ആക്കി ഈ അച്ഛന്മാരും ഹസ്ബൻഡ്സും എല്ലാവരും ചേർന്ന്. സോ സൂപ്പർ, നല്ലൊരു എൻട്രി നിങ്ങൾ നമുക്ക് തന്നു. അപ്പോൾ ഇനി നിങ്ങൾ പോരുത്, നിങ്ങളുടെ പല പല കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്, ഇവിടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ താങ്ക് യു.